ഇറാനിൽ വൻ ആക്രമണം നടത്തിയതിന്റെ തെളിവായി വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വീഡിയോയ്ക്കൊപ്പം തന്നെ കുറിപ്പുകളൊന്നുമില്ല. ഇറാനിലെ ഇസ്ഫഹാനിലാണ് ആക്രമണമുണ്ടായതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ബദർ സൈനിക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 2000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്ഫഹാനിലെ ആയുധശാലയിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രം കൂടിയാണ് ഇസ്ഫഹാൻ എന്ന് US വിലയിരുത്തുന്നു. കഴിഞ്ഞ വർഷവും US ഇസ്ഫഹാനെ ലക്ഷ്യമിട്ടിരുന്നു. ആക്രമണം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്കും മേഖലയിൽ കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ, ഈജിപ്ത്, സൗദി, ടർക്കി എന്നീ രാജ്യങ്ങൾ നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുമ്പോഴാണ് വലിയ രീതിയിലെ ആക്രമണം എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഇസ്ഫഹാനിലെ ഭൂഗർഭ അറകളിൽ 540 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉള്ളതായിട്ടാണ് അടുത്തിടെ പുറത്തുവന്ന വാർത്തകളിൽ പറയുന്നത്. എന്തായാലും ഇതുവരെ മേഖലയിലെ 104 US താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ രണ്ടും കൽപ്പിച്ച് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് US സൈനികർക്ക് തങ്ങളുടെ താവളങ്ങളിൽ നിന്ന് ഹോട്ടലുകളിലേക്ക് മറ്റും മാറേണ്ടി വരുന്നത് ഈ ഒരു ഏകോപനത്തെ ബാധിക്കുന്നുണ്ട്. സൗദിയിലെ US താവളങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ റഷ്യ ഇറാന് കൈമാറുന്നുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായിരുന്നു. അതേസമയം ഏറ്റവും ഒടുവിൽ സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കയുടെ E-3 സെൻട്രി ചാരവിമാനം തകർന്നിരുന്നു. ഇത് മേഖലയിലെ അമേരിക്കയുടെ നിരീക്ഷണ ശേഷിക്ക് വൻ തിരിച്ചടിയായി മാറിയിരുന്നു. അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറ്റൊരു അനന്തമായ യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുന്നതിൽ അമേരിക്കൻ ജനതയ്ക്ക് താൽപ്പര്യമില്ല. സ്വന്തം അണികളിൽ നിന്ന് പോലും ട്രംപിന് ഇക്കാര്യത്തിൽ വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് വാർത്തകൾ വിശദീകരിക്കുന്നത്. എന്തായാലും തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇറാനിലേക്ക് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ച് അമേരിക്ക പ്രതിരോധം കടുപ്പിക്കുന്നത്. ഒരു തരത്തിലും തങ്ങൾ പിന്നോട്ടില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇറാൻ ഇത്രയും ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോർമുസ് ഉടൻ തുറന്നില്ലെങ്കിൽ കടുത്ത നിലപാട് തന്നെ തങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുമെന്ന് അമേരിക്ക പറഞ്ഞത്. തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതേസമയം എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. തങ്ങൾ ആക്രമണം നടത്തിയെന്ന് ട്രംപ് തന്നെയാണ് ഇത്തരത്തിൽ വീഡിയോ സഹിതം പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്ന കാര്യത്തിൽ ഇതുവരെ വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന നിഗമനങ്ങളിൽ ഉള്ളത്. ഉപയോഗിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണെന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്.